എല്ലാവർക്കും നമസ്കാരം. JP ടോക്സിലേക്ക് സ്വാഗതം. ഇന്ന് രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്നത് ഡൽഹിയിലെ ജന്തർ മന്ദിറിലേക്കാണ്. നമ്മുടെ വിദ്യാർത്ഥികളുടെ ഭാവി തകർത്തുകൊണ്ട് മോദി സർക്കാരും BJP നടത്തുന്ന ജനാധിപത്യ വിരുദ്ധ നയങ്ങൾക്കെതിരെ, പരീക്ഷാ പേപ്പർ ചോർച്ചകൾക്കെതിരെ അവിടെ നടക്കുന്ന വൻ പ്രതിഷേധം 15ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ ഈ സമരപ്പന്തലിൽ വലിയ രാഷ്ട്രീയ ചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഒരു പ്രമുഖ പ്രതിനിധി എത്തിച്ചേർന്നിരിക്കുന്നു. അമരാവതിയിൽ നിന്നുള്ള കോൺഗ്രസ് ലോക്സഭാ MP നേരിട്ടാണ് സമരപ്പന്തലിൽ എത്തിയിരിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ ഒരു കാര്യം ആലോചിക്കേണ്ടത്. രാഹുൽ ഗാന്ധിയുടെയും മല്ലികാർജുൻ ഖാർഗെയുടെയും പൂർണ്ണ അറിവോടും സമ്മതത്തോടും കൂടെയല്ലാതെ ഒരു കോൺഗ്രസ് MP ഈ സമരപ്പന്തലിലേക്ക് ഓടിയെത്തുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഈ വലിയ നീക്കത്തിന് പിന്നിൽ പ്രതിപക്ഷത്തിന്റെ ശക്തമായ പിന്തുണയുണ്ട് എന്ന് വ്യക്തം. മാത്രമല്ല, ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് രാജ്യം മുഴുവൻ അറിവുള്ള ഏതൊക്കെ പ്രമുഖ നേതാക്കളാണ് ജന്തർ മന്ദിറിലേക്ക് ഒഴുകിയെത്തിയത് എന്ന് നിങ്ങൾക്ക് അറിയാമോ? പ്രതിപക്ഷ നിരയിലെ വൻ തോക്കുകൾ മുതൽ പ്രമുഖ സാമൂഹിക പ്രവർത്തകർ വരെ ഈ സമരപ്പന്തലിൽ അണിനിരന്നിരിക്കുകയാണ്. നമുക്ക് ജന്തർ മന്ദിറിലെ ഈ വമ്പൻ രാഷ്ട്രീയ നീക്കങ്ങളെക്കുറിച്ച് കൃത്യമായി വിശകലനം ചെയ്യാം. ഇതുപോലെയുള്ള പ്രധാനപ്പെട്ട വാർത്തകൾക്കും അവലോകനങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അമരാവതിയിൽ നിന്നുള്ള കോൺഗ്രസ് MP ബൽവന്ത് ബസ്വന്ത് വാങ്കഡെയാണ് കോൺഗ്രസിൽ നിന്ന് ഈ സമരത്തിന് പിന്തുണയുമായി ജന്തർ മന്ദിറിൽ എത്തിയത്. ഇതിനെ പിന്തുണച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ നമുക്ക് ആദ്യം കേൾക്കാം. पार्लियामेंट ऑफ मेंबर अमरावती लोकसभा क्षेत्र से आता हूँ. अभी जो सोनम वांगचुक जी का कुपोषण चल रहा है, वो कुपोषण मैं वैयक्तिक स्तर पर मैं उनको पार्टिमा देने यहाँ आया है. और मैं चाहता हूँ कि जो आज देश में लड़कों के साथ, विद्यार्थी के साथ जो चल रहा है वो उन पर गलत है और उतना ही अन्याय उन पर हो रहा है. इसलिए मैं चाहता हूँ कि जो सोनम वांगचुक जी की मांग है, वो मांग को सब लोगों ने सपोर्ट करना चाहिए और धर्मेंद्र प्रधान जी ने राजीनामा देना चाहिए. അദ്ദേഹം പറഞ്ഞത് ഇതാണ്: ഞാൻ അമരാവതി ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുള്ള പാർലമെന്റ് അംഗമാണ്. നിലവിൽ സോനം വാങ്ചുക് ജി നടത്തുന്ന നിരാഹാര സമരത്തിന് എൻ്റെ വ്യക്തിപരമായ തലത്തിലും എൻ്റെ പാർട്ടിയുടെ ഭാഗത്തു നിന്നും പിന്തുണ അറിയിക്കാനാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. ഇന്ന് രാജ്യത്തെ വിദ്യാർത്ഥികളോട് കാണിക്കുന്നത് കടുത്ത അനീതിയാണ്. അത് തികച്ചും തെറ്റാണ്. അതുകൊണ്ട് സോനം വാങ്ചുക് ജിയുടെ ആവശ്യങ്ങളെ എല്ലാവരും പിന്തുണയ്ക്കണമെന്നും വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അടിയന്തരമായി രാജിവെക്കണമെന്നും ഞാൻ ആവശ്യപ്പെടുന്നു. ഈ സമരപ്പന്തലിലേക്ക് രാജ്യത്തെ പ്രമുഖ നേതാക്കളുടെ ഒരു വൻ നിര തന്നെയാണ് ഇപ്പോൾ ഒഴുകിയെത്തുന്നത്. കർഷക സംഘടനകളുടെയും വിദ്യാർത്ഥി സംഘടനകളുടെയും പ്രതിനിധികൾക്കൊപ്പം CPIM ജനറൽ സെക്രട്ടറി MA ബേബി, മുതിർന്ന CPIM നേതാവ് വൃന്ദ കാരാട്ട്, CPI ജനറൽ സെക്രട്ടറി D രാജ, CPI ML ലിബറേഷൻ ജനറൽ സെക്രട്ടറി ദീപാങ്കർ ഭട്ടാചാര്യ എന്നിവരും സമരപ്പന്തലിൽ നേരിട്ടെത്തി പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കൂടാതെ പ്രമുഖ സാമൂഹിക പ്രവർത്തകൻ യോഗേന്ദ്ര യാദവ്, സുപ്രീം കോടതി അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ, CPI നേതാവ് ആനി രാജ, വിവരാകാശ പ്രവർത്തക അഞ്ജലി ഭരദ്വാജ് എന്നിവരും ഈ പോരാട്ടത്തിന് കരുത്തു പകരാൻ ഒപ്പമുണ്ട്. തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് 2 MPമാരാണ് ഈ സമരത്തെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയത്: മഹുവ മൊയ്ത്രയും സാഗരിക ഘോഷും. ഇവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രമുഖ തൃണമൂൽ കോൺഗ്രസ് നേതാവും MPയുമായ മഹുവ മൊയ്ത്ര കനത്ത ഭാഷയിലാണ് പ്രതികരിച്ചത്. അവർ പറയുന്ന വാക്കുകൾ കേട്ടുകൊള്ളൂ. ऐसा परिस्थिति हो गया है लास्ट 12-14 साल में कि एक माँ बाप का पूरी जिंदगी स्ट्रगल करने के बाद कि बच्चे को एक एग्जाम देके एक नौकरी लगे, वो सपना भी टूट गया. Generations of dreams have been spoiled. किसी का दिल में अगर आप छुरी भी दे दो ना, फिर भी उसका सपना रहता है, पर सपना अगर खत्म कर दो तो इंसान को जीने के लिए कुछ नहीं रहता है. So you are the dreams through which your
your parents lived, through which your grandparents lived. And your dream, आप कोई महल का सपना नहीं देख रहे हो, आप देख रहे हो कि हम काम करके पढ़ाई करके एक एग्जाम पास करना चाहते हैं। और इस देश में 3 करोड़ से भी ज्यादा उम्मीदवार, 3 करोड़ से भी ज्यादा स्टूडेंट्स के भविष्य के साथ, फ्यूचर के साथ खिलवाड़ हो रहा है और बोलने का कोई नहीं है। और गद्दी में बैठा के उनको हैप्पी बर्थडे बोला जा रहा था, हैप्पी बर्थडे बोला जा रहा था। इससे बड़ी शर्म की बात क्या हो सकती है? बर्थडे मनाइए, पर केक के ऊपर हैप्पी बर्थडे खून से मत लिखिए, ये हक आपको किसी ने नहीं दिया है। हमारे बच्चों का खून से आइसिंग मत लिखिए आप हैप्पी बर्थडे केक पर। किसी भी देश में, किसी भी सभ्य समाज में आज जो यहाँ पे हुआ है 3 करोड़ से ज्यादा बच्चों के साथ, अगर इसका 1% भी कहीं होता ना तो पता नहीं कितने सर गिरते, सरकारें गिरती। पर आज हम इन बेशर्मों के बाद, जो अब बेशर्म सिर्फ नहीं है, सत्ता पे, पावर पे एकदम पूरा ड्रंक है, नशा बन गया उनके लिए, वो देख नहीं सकते लेफ्ट राइट क्या है। മഹുവ മൊയ്ത്ര പറഞ്ഞത് ഇതാണ്. കഴിഞ്ഞ 12-14 വർഷമായി രാജ്യത്തെ സാഹചര്യം വളരെ ദയനീയമാണ്. മാതാപിതാക്കൾ ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെടുന്നത് തങ്ങളുടെ മക്കൾ ഒരു പരീക്ഷ എഴുതി ഒരു ജോലി നേടാനാണ്. എന്നാൽ ആ സ്വപ്നങ്ങളെല്ലാം തകർക്കപ്പെട്ടിരിക്കുന്നു. തലമുറകളുടെ സ്വപ്നങ്ങളാണ് ഇവിടെ നശിപ്പിക്കപ്പെട്ടത്. ഈ രാജ്യത്ത് 3 കോടിയിലധികം വരുന്ന വിദ്യാർത്ഥികളുടെ ഭാവിയാണ് തകിടം മറിഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇതിനെതിരെ ആരും സംസാരിക്കുന്നില്ല. അവരെ അധികാരത്തിൽ ഇരുത്തി ആളുകൾ ഹാപ്പി ബർത്ത്ഡേ ആശംസിക്കുകയാണ്. ഇതിലും വലിയ നാണക്കേട് മറ്റെന്താണുള്ളത്? നിങ്ങൾ ജന്മദിനം ആഘോഷിച്ചുകൊള്ളൂ, എന്നാൽ കേക്കിന് മുകളിൽ നമ്മുടെ കുട്ടികളുടെ രക്തം കൊണ്ട് ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതരുത്. ആ അധികാരം നിങ്ങൾക്ക് ആരും തന്നിട്ടില്ല. നമ്മുടെ കുട്ടികളുടെ ചോര കൊണ്ട് കേക്കിൽ ഐസിങ് ചെയ്യരുത്. ലോകത്തെ ഏതൊരു വികസിത സമൂഹത്തിലും ഇതിന്റെ 1% നടന്നിരുന്നെങ്കിൽ എത്രയെത്ര സർക്കാരുകൾ താഴെ വീണേനെ. എന്നാൽ ഈ അധികാരഭ്രാന്തന്മാർക്ക് ഇതൊന്നും കാണാൻ സാധിക്കുന്നില്ല. ഇതേ വേദിയിൽ വെച്ച് തൃണമൂൽ കോൺഗ്രസിന്റെ മറ്റൊരു പ്രമുഖ എംപിയായ സാഗരിക ഘോഷും വൈകാരികമായ രീതിയിലാണ് സംസാരിച്ചത്. പേപ്പർ ചോർച്ചയുടെ പേരിൽ ആത്മഹത്യ ചെയ്ത കുട്ടികളുടെ പേരുകൾ പറഞ്ഞുകൊണ്ടാണ് അവർ സംസാരിച്ചത്. അവരുടെ വാക്കുകൾ കേട്ടുകൊള്ളൂ. मैं कुछ नाम लिख कर लाई हूं। आज डॉक्टर्स डे है, डे ऑफ द डॉक्टर। पर ऐसे छात्र थे जो डॉक्टर बनना चाहते थे, जो परीक्षा देके अपने भविष्य को उज्जवल बनाना चाहते थे, पर ये मासूम जान आज हमारे बीच में नहीं है। डॉक्टर्स डे पे मैं इनका नाम पढ़ के सुनाना चाहती हूँ। ऋतिक मिश्रा, अंशिका पांडे, भाग्यश्री, उमेश माली, रिया कुमारी थापा, अनु कीर्तना, रीमा बेगम, सिद्धार्थ हेगडे, प्रदीप मेघवाल, शिवानी यादव, रेणु मीना, आकांक्षा, कहान पटेल, मैथिली सोनावाने, ये भी डॉक्टर बनना चाहते थे। ये भी इनकी उम्मीद थी कि हम परीक्षा देकर के भविष्य को उज्जवल बनाएं, पर इतनी निराशा, इतना दर्द कि ये मासूम जान आज हमारे साथ नहीं है। तो ये जो युवाओं का दर्द ये सरकार तक नहीं पहुंच रहा है। सरकार अंधा है, जैसे मैंने बोला, अंधी सरकार है। एक शब्द नहीं निकला है प्रधानमंत्री के मुंह से, न अफसोस, न माफी, न दुख, न सहानुभूति। അവർ പറഞ്ഞത് ഇതാണ്. ഇന്ന് ഡോക്ടേഴ്സ് ഡേ ആണ്. ഡോക്ടർമാരാകാൻ ആഗ്രഹിച്ച് പരീക്ഷ എഴുതി തങ്ങളുടെ ഭാവി ശോഭനമാക്കാൻ ആഗ്രഹിച്ച പാവം കുട്ടികൾ ഇന്ന് നമ്മോടൊപ്പമില്ല. ഈ ഡോക്ടേഴ്സ് ഡേയിൽ ഞാൻ അവരുടെ പേരുകൾ ഓർക്കാൻ ആഗ്രഹിക്കുന്നു. ഋതിക് മിശ്ര, അൻഷിക പാണ്ഡെ, ഭാഗ്യശ്രീ, ഉമേഷ് മാലി, റിയാകുമാരി ഥാപ്പ, അനു കീർത്തന, റീമ ബീഗം, സിദ്ധാർത്ഥ് ഹെഗ്ഡെ, പ്രദീപ് മേഘ്വാൾ, ശിവാനി യാദവ്, രേണു മീന, ആകാംക്ഷ, കഹാൻ പട്ടേൽ, മൈഥിലി സോനാവാനെ. ഇവരും ഡോക്ടറാകാൻ ആഗ്രഹിച്ചവരാണ്. പരീക്ഷ എഴുതി ജീവിതം കെട്ടിപ്പടുക്കാൻ ആഗ്രഹിച്ചവരാണ്. എന്നാൽ ഈ അന്ധമായ സർക്കാർ അവരുടെ വേദനകൾ കാണുന്നില്ല.
പ്രധാനമന്ത്രിയുടെ നാവിൽ നിന്ന് ഒരു വാക്കുപോലും ആശ്വാസമായോ സഹതാപമായോ പുറത്തു വരുന്നില്ല. സുഹൃത്തുക്കളെ, അവസ്ഥ വളരെ ഗുരുതരമാണ്. പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ്ചുക് കഴിഞ്ഞ 7 ദിവസമായി ഇവിടെ നടത്തുന്ന നിരാഹാര സമരം മൂലം അദ്ദേഹത്തിന്റെ ആരോഗ്യം അതീവ മോശമായി തുടരുകയാണ്. 5 കിലോയോളം ഭാരം കുറഞ്ഞ അദ്ദേഹത്തിന്റെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വലിയ തോതിൽ ഇടിഞ്ഞിട്ടും ഭരണകൂടം കണ്ണടച്ചിരിക്കുകയാണ്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നതുവരെ നിരാഹാരം തുടരും എന്നാണ് അദ്ദേഹം അറിയിച്ചിട്ടുള്ളത്. അതുപോലെ CJP സ്ഥാപകൻ അഭിജിത്ത് ദിപ്കെ ഉൾപ്പെടെയുള്ളവർ സമരമുഖത്ത് ഉറച്ചു നിൽക്കുന്നു. മറ്റൊരു വശത്ത് ഐസ വിദ്യാർത്ഥി സംഘടനയിലെ നേതാക്കളായ ഡാനിഷ്, ദീപക് കുമാർ വർമ്മ, മനീഷ്, ആമീൻ, നേഹ, ഋഷികേഷ് തുടങ്ങിയ വിദ്യാർത്ഥികളും രക്തത്തിലെ ഷുഗർ ലെവൽ ക്രമാതീതമായി താഴ്ന്നിട്ടും ആശുപത്രിയിലായിട്ടും തങ്ങളുടെ നിരാഹാര സമരം തുടരുകയാണ്. ഹരിയാനയിലെ ദീൻബന്ധു സർ ചോട്ടുറാം, ശിക്ഷാ സേവാ സമിതിയുടെയും സംയുക്ത കിസാൻ മോർച്ചയുടെയും കർഷക നേതാക്കൾ തങ്ങളുടെ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തുണ്ട്. സംയുക്ത കിസാൻ മോർച്ച ഈ സമരത്തിന് പിന്തുണ അറിയിച്ചുകൊണ്ട് പുറത്തുവിട്ട കത്താണ് ഇത്. വിവരാകാശ പ്രവർത്തകനായ നിഖിൽ ഡേ വ്യക്തമാക്കിയതുപോലെ ജന്തർ മന്ദിർ ഇന്ന് ജനങ്ങളുടെ പാർലമെന്റായി മാറിയിരിക്കുകയാണ്. വിദ്യാർത്ഥികളും കർഷകരും മുൻ സൈനികരും ഒരുമിച്ച് അണിനിരക്കുന്ന ഈ പോരാട്ടത്തിനു മുന്നിൽ അധികാരികൾക്ക് മുട്ടുമടക്കേണ്ടി വരുമോ? ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ മറക്കല്ലേ. നന്ദി, നമസ്കാരം.